ഹായ് ഓൾ, ദിസ് ഇസ് ശീതൽ. വെൽക്കം ടു SPSC. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിവരാവകാശ നിയമത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. രണ്ടാമത്തെ പാർട്ടാണ് ഇത്. എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്? നമ്മൾ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന എന്താ? വിവരാവകാശ നിയമം. ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം സ്വീഡനില് 1766. 2002 ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് ആണ് ഫസ്റ്റ് കൊണ്ടുവന്നത്. എന്നാൽ 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നതോടുകൂടി ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് റദ്ദാക്കപ്പെട്ടതെന്നു പറഞ്ഞു. ഇനി 2005 വിവരാവകാശ നിയമം ലോക്സഭ പാസാക്കിയത് 2005 മെയ് 11, രാജ്യസഭ മെയ് 12, പ്രസിഡന്റ് എന്ന ഒപ്പുവെച്ചത് ജൂൺ 15, 2005 ജൂൺ 15 ഒപ്പുവയ്ക്കുകയും ഒക്ടോബർ 12, 2005 നിലവിൽ വരികയും ചെയ്തു. അടുത്തത് എന്താണ് നമ്മൾ പറഞ്ഞത്? ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. ഇനി പ്രധാന ലക്ഷ്യങ്ങൾ, വിവരാവകാശ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാ? അഴിമതി നിർമ്മാർജ്ജനം ചെയ്യുക, സർക്കാരുകളുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുക എന്നൊക്കെ പഠിച്ചു. ഇനി എത്ര അധ്യായങ്ങൾ ഉണ്ടെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? വിവരാവകാശ നിയമത്തിലെ അധ്യായങ്ങൾ എത്ര? 6 അധ്യായങ്ങളുണ്ട്. ഒന്ന് പ്രാരംഭികം, വിവരാവകാശത്തിന്റെ അവകാശവും പൊതു അധികാര സ്ഥാനങ്ങളുടെ കടമകൾ പഠിച്ചു. അധ്യായം 3 കേന്ദ്ര വിവരാവകാശ കമ്മീഷനാണെന്ന് പറഞ്ഞു. അധ്യായം 4 സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ പറഞ്ഞു. അധ്യായം 6 പലവക. എത്ര വകുപ്പുകളുണ്ട്? 31 വകുപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി എത്ര പട്ടികകൾ ഉണ്ടെന്നാ പറഞ്ഞത്? വിവരാവകാശ നിയമപ്രകാരം 2 പട്ടികകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഈ വകുപ്പുകള് 31 വകുപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിലെ പ്രധാന വകുപ്പുകൾ ഏതൊക്കെയാ? വ്യവസ്ഥകൾക്ക്, വിവരാവകാശ നിയമത്തിൽ വ്യവസ്ഥകൾക്ക് വിധേയമായി എല്ലാ പൗരന്മാർക്കും വിവരാവകാശം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് വകുപ്പ് 3. പൊതു അധികാര സ്ഥാനങ്ങൾ ഉത്തരവാദിത്തങ്ങളെ പറഞ്ഞ പറ്റിയത് വകുപ്പ് 4. ഇനി എന്താ? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരുടെ നിയമനത്തെ കുറിച്ച് പറഞ്ഞത് വകുപ്പ് 5. ഇനി 6 എന്താ പറയുന്നത്? വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് 6. ഇനി 7 എന്താണ്? അപേക്ഷയുടെ തീർപ്പാക്കലിനെ കുറിച്ചാണ് 7 പറയുന്നത്. വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ട വിവരങ്ങളാണ് സെക്ഷൻ 8 പറയുന്നതെങ്കിൽ 9 എന്താ പറയുന്നത്? വിവരങ്ങൾ നിരസിക്കാനുള്ള മറ്റു ചില കാരണങ്ങളെ പറ്റി പറയുന്നതാണ് സെക്ഷൻ 9. ഇനി നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാ? 12. ഇനി കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് നമ്മൾ പറഞ്ഞില്ലേ, 2005 ഒക്ടോബർ 12. ഇനി വിവരാവകാശ കമ്മീഷണർ, അതായത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആരായിരിക്കും? രാഷ്ട്രപതി. കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷനിൽ ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10ൽ കവിയാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉണ്ടായിരിക്കും. അതായത് കമ്മീഷനിൽ ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉണ്ടായിരിക്കും. കമ്മീഷനിൽ ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10ൽ കവിയാത്ത വിവരാവകാശ കമ്മീഷണറും ഉണ്ടായിരിക്കും. ഇവരൊക്കെ ആരെ നിയമിക്കുന്നത്? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും നിയമിക്കാനായിട്ട് ഒരു കമ്മിറ്റി ഉണ്ടായിരിക്കും. ഈ കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരായിരിക്കും? പ്രധാനമന്ത്രി, ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി എന്നിവരൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ഏതാ? CIC ഭവൻ, ഡൽഹിയിൽ. ഇനി പഴയ ആസ്ഥാനം ഏതാ? ഓഗസ്റ്റ് ക്രാന്തി ഭവൻ എന്നായിരുന്നു പേര്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാരുടെ ഉദ്യോഗ കാലാവധിയും സേവന വ്യവസ്ഥകളും ഉൾപ്പെടുന്ന സെക്ഷൻ ഏതാ? സെക്ഷൻ 13. ഇനി 2019 വിവരാവകാശ നിയമ ഭേദഗതി വന്നിട്ടുണ്ട്. ആ ഭേദഗതി പ്രകാരം വിവരാവകാശ കമ്മീഷണറുടെ അല്ലെങ്കിൽ ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെ കാലാവധി 3 വർഷമാക്കിയിട്ടുണ്ട്. ഈ ഭേദഗതിക്ക് മുൻപ് 5 വർഷമായിരുന്നു. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ അല്ലെങ്കിൽ ഇൻഫർമേഷൻ കമ്മീഷണർമാർ 65
വയസ്സ് പൂർത്തിയാക്കിയതിനു ശേഷം ഉദ്യോഗത്തിൽ തുടരാൻ പാടില്ല എന്നുണ്ട്. ഇതിൽ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് പുനർനിയമനത്തിന് അനുവദനീയമല്ല. കമ്മീഷണർമാർക്ക് 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് പറഞ്ഞിട്ടുണ്ട്. ഇനി ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ഇൻഫർമേഷൻ കമ്മീഷണർമാരും പുനർനിയമനത്തിന് അർഹരല്ല. എന്നാൽ ഇൻഫർമേഷൻ കമ്മീഷണർക്ക് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായിട്ട് നിയമിതനാകാം. അങ്ങനെയുണ്ട്. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ഇൻഫർമേഷൻ കമ്മീഷണർമാരെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാഷ്ട്രപതിയുടെ മുമ്പാകെയാണ്. അതുപോലെ തന്നെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ഇൻഫർമേഷൻ കമ്മീഷണർമാരും രാജിക്കത്ത് നൽകുന്ന ആർക്കാ? രാഷ്ട്രപതിക്ക്. അപ്പോൾ എന്താണ് സത്യപ്രതിജ്ഞ നടത്തുന്നതും രാജിക്കത്ത് സമർപ്പിക്കുന്നതും ആരുടെ മുമ്പിലാണ്? രാഷ്ട്രപതിക്കാണ് കേട്ടോ. ഇനി നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം 2,50,000. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ, കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാർ, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാർ ഇവരുടെയൊക്കെ ശമ്പളം വരുന്നത് 2,25,000 രൂപയാണ്. ഇൻഫർമേഷൻ കമ്മീഷണർമാരെ നീക്കം ചെയ്യുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഉണ്ടല്ലോ. സെക്ഷൻ നീക്കം ചെയ്യല് പറയുന്നത് സെക്ഷൻ 14. നീക്കം ചെയ്യല് 14ലാണ് പറയുന്നത്. ഇനി നീക്കം ചെയ്യുമ്പോൾ കുറച്ച് പ്രക്രിയകളുണ്ട്, അത് പറയാം. രാഷ്ട്രപതി സുപ്രീം കോടതിയിലേക്ക് അന്വേഷണത്തിന് റഫറൻസ് നടത്തും. സുപ്രീം കോടതി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും. നീക്കം ചെയ്യേണ്ടതാണെന്ന് റിപ്പോർട്ട് ലഭിക്കുകയാണെങ്കിൽ തെളിയിക്കപ്പെട്ട പെരുമാറ്റ ദൂഷ്യത്തിന്റെയും കഴിവില്ലായ്മയുടെയോ കാരണത്താലാണ് രാഷ്ട്രപതി ഉത്തരവ് മുഖേന നീക്കം ചെയ്യുന്നത്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരെ കുറിച്ച് നമുക്ക് നോക്കാം. വജാഹത്ത് ഹബീബുള്ള മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തിയാണ് വജാഹത്ത് ഹബീബുള്ള. ഏത് വർഷമാണ് കാലാവധി? 2005 മുതൽ 2010 വരെ. രണ്ടാമത് AN തിവാരി. മൂന്നാമത് സത്യാനന്ദ മിശ്ര. ഇനി മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിതയാണ് ദീപക് സന്ധു. ദീപക് സന്ധു. ഇനി ദീപക് സന്ധു കഴിഞ്ഞിട്ട് സുഷമ സിംഗ് ആണ്. ഇനി 12ാമത് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ വ്യക്തിയാണ് ഹീരാലാൽ സമരിയ. 12ാമത് ഹീരാലാൽ സമരിയ. നിലവിലെ കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ ആരാണ്? രാജ്കുമാർ ഗോയൽ. അദ്ദേഹത്തിന് മുമ്പ്, അതായത് 12ാമത് ഹീരാലാൽ സമരിയ, അദ്ദേഹം ഫസ്റ്റ് ദളിതാണ്. ഇൻഫർമേഷൻ കമ്മീഷണറായ ഫസ്റ്റ് ദളിതാണ്. ഇനി സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നോക്കിയാലോ. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകരണത്തെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 15. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? നിലവിൽ വന്നത് 2005 ഡിസംബർ 19. 2005 ഡിസംബർ 19 കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ആസ്ഥാനം എവിടെയാണ്? ആസ്ഥാനം തിരുവനന്തപുരം. കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യത്തെ വ്യക്തി ആരാണ്? ഫസ്റ്റ് പാലാട്ട് മോഹൻദാസ് ആണ് കേട്ടോ. സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷനിൽ ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10ൽ കവിയാത്തത്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങിയിരിക്കണം. 10ൽ കവിയാത്തത്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങിയിരിക്കണം. സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും നിയമിക്കുന്നത് ആരാണ്? നിയമിക്കുന്നത് ഗവർണർ. സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും ശുപാർശ ചെയ്യുന്ന ഒരു കമ്മിറ്റി ഉണ്ടല്ലോ. ഈ കമ്മിറ്റിയിൽ ആരൊക്കെയുള്ളത്? മുഖ്യമന്ത്രി ഉണ്ടാകും, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ഉണ്ടാവും, പിന്നെ മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി കൂടി ഈ സമിതിയിൽ
ഉണ്ടാകുന്നതാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരുടെ ഉദ്യോഗ കാലാവധിയും സേവന വ്യവസ്ഥകളെയും കുറിച്ച് ബാധിക്കുന്ന വകുപ്പ് ഏതാണ്? വകുപ്പ് 16. 16 വകുപ്പിലാണ് കേട്ടോ കാലാവധിയൊക്കെ പറയുന്നത്. കേന്ദ്ര ഗവൺമെന്റ് ആയിരിക്കും ഈ ഔദ്യോഗിക കാലാവധിയും ഇൻഫർമേഷൻ സേവന വ്യവസ്ഥകളും ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെയും ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെയും എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആയിരിക്കും. കാലാവധി എന്ന് പറയുന്നത് 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയോ പദവിയിൽ തുടരാമെന്നാണ്. എന്നാൽ 2019 ഭേദഗതിക്ക് മുമ്പ് ഇത് 5 വർഷം ആയിരുന്നു. സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർമാർ 65 വയസ്സ് പൂർത്തിയാക്കിയതിനു ശേഷം ഉദ്യോഗത്തിൽ തുടരാൻ പാടില്ല. സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ഇൻഫർമേഷൻ കമ്മീഷണർമാരും പുനർനിയമനത്തിന് അർഹരല്ല. ഇനി എന്നാൽ സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷണർ സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായി നിയമിക്കപ്പെടാൻ അർഹനാണ്. അതായത് ചീഫായിട്ട് നിയമിക്കാനായിട്ട് അർഹനാണ്. ആരെ? ഇൻഫർമേഷൻ കമ്മീഷണറായ ഒരാളെ ചീഫായിട്ട് നിയമിക്കപ്പെടാം. അതായത് ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. താഴെ തട്ടിൽ നിന്ന് നമുക്കൊരു ഒരു പോസ്റ്റിന് ഒരു ഹൈ പോസ്റ്റിലേക്ക് കടക്കാൻ പറ്റും. അതായത് ചീഫ് ആയിട്ട് നിയമിക്കപ്പെടാൻ അർഹനാണ്. സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായി നിയമിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉദ്യോഗ കാലാവധി ഇൻഫർമേഷൻ കമ്മീഷണറായും ആകെ 5 വർഷത്തിൽ കൂടുതലാകാനും പാടില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതൊന്ന് ഓർത്തു വെച്ചേക്കണേ. സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെയും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുമ്പാകെയാണ്? ഗവർണർക്ക്. ഈ രാജിക്കത്ത് സമർപ്പിക്കുന്നതോ? സമർപ്പിക്കുന്നത് ഗവർണർക്ക്. അപ്പോൾ സംസ്ഥാനത്തില് സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജിക്കത്ത് സമർപ്പിക്കുന്നതും ആരുടെ മുമ്പാകെ? ഗവർണറുടെ മുമ്പാകെ. ഇനി കേന്ദ്രത്തിലാണെങ്കിലോ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജിക്കത്ത് സമർപ്പിക്കുന്നതും ആരുടെ മുമ്പാകെയാണ്? രാഷ്ട്രപതിക്ക്. ഓർത്തു വെച്ചേക്കണേ. സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ അല്ലെങ്കിൽ സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷണർമാരെ നീക്കം ചെയ്യുന്നതിനുള്ള സെക്ഷൻ പറയുന്നത് ഏതാ? 17. നീക്കം ചെയ്യുമ്പോൾ ഒരു പ്രക്രിയയാണ് നടക്കുന്നത്. അതായത് ഗവർണർ സുപ്രീം കോടതിയിലേക്ക് റഫറൻസ് നടത്തുന്നു. സുപ്രീം കോടതിയുടെ റിപ്പോർട്ട് പ്രകാരം പെരുമാറ്റ ദൂഷ്യമോ കഴിവുകേടോ തെളിയിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഗവർണർ ഉത്തരവ് മുഖേന നീക്കം ചെയ്യുന്നു. സുപ്രീം കോടതിയുടെ റിപ്പോർട്ട് ലഭിച്ചതിന്മേൽ ഗവർണർ ഉത്തരവ് പാസാക്കുന്നതോടെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയോ മറ്റ് കമ്മീഷണർമാരെയോ ഉദ്യോഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ ആർക്ക് അധികാരമുണ്ട്? ഗവർണർക്ക് അധികാരമുണ്ട്. വെറുതെ ഒന്നും നമുക്ക് ഒരാളെ നീക്കം ചെയ്യാൻ പറ്റില്ല. അതിൽ കുറച്ച് കാരണങ്ങളുണ്ട്. അത് നിർധനനാണെന്ന് വിധിക്കപ്പെടുക, ഗവർണറുടെ അഭിപ്രായത്തിൽ സദാചാര ലംഘനം ഉൾപ്പെടുന്നതായ ഒരു കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുക, ഔദ്യോഗിക കാലാവധിക്കുള്ളിൽ ഔദ്യോഗിക കർത്തവ്യങ്ങൾക്ക് പുറമെ ഏതെങ്കിലും ശമ്പളം ലഭിക്കുന്ന ജോലിയിൽ ഏർപ്പെടുക, ഗവർണറുടെ അഭിപ്രായത്തിൽ മനസ്സിന്റെയോ ശരീരത്തിന്റെ ബലഹീനത കൊണ്ട് ഉദ്യോഗസ്ഥാനത്ത് തുടരുന്നതിന് അയോഗ്യനാവുക. ഇത്രയും കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഒരാളെ നീക്കം ചെയ്യാൻ കഴിയുള്ളൂ. ഇൻഫർമേഷൻ കമ്മീഷനുകളുടെ അധികാരങ്ങളും ചുമതലകളും പറ്റി പറയുന്ന സെക്ഷൻ ഏതാ? സെക്ഷൻ 18. അധികാരങ്ങളും ചുമതലകളും പറയുന്നത് സെക്ഷൻ 18 ആണ്. വിവരാവകാശ കമ്മീഷന് പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ഒരു സിവിൽ കോടതിയിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. എന്തൊക്കെ പറയണത്? വിളിച്ചു വരുത്തുന്നതിനും ഹാജരാക്കുന്നതിനും അധികാരമുണ്ട്. ഈ വാക്കാലോ രേഖാമൂലമോ തെളിവ് സ്വീകരിക്കാൻ പറ്റും. രേഖകളോ സാധനങ്ങളോ ഹാജരാക്കുന്നതിന് അവരെ നിർബന്ധിതനാക്കാൻ പറ്റും. രേഖകൾ ഇങ്ങനെ കണ്ടെത്താനും പരിശോധന നടത്താനും സാധിക്കും. സത്യവാങ്മൂലത്തിന്മേൽ തെളിവ് സ്വീകരിക്കുന്നതിനും അവകാശമുണ്ട്. ഏതെങ്കിലും കോടതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ ഏതെങ്കിലും പൊതുരേഖ അതിന്റെ
പകർപ്പുകളോ ആവശ്യപ്പെടുന്നതിന് സാധിക്കും. സാക്ഷികളെ വിസ്തരിക്കാൻ സാധിക്കും. രേഖകൾ പരിശോധിക്കാൻ സമൻസ് പുറപ്പെടുവിക്കാനും കഴിയും. കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷനുകൾ ഈ നിയമത്തിനു കീഴിൽ ഏതെങ്കിലും പരാതി അന്വേഷിക്കുമ്പോൾ പൊതു അധികാര സ്ഥാനത്തിന്റെ കീഴിൽ വരുന്ന ഈ നിയമം ബാധകമാകുന്ന എല്ലാ രേഖകളും പരിശോധിക്കാനും കമ്മീഷന് അധികാരമുണ്ട്. ഇനി വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്ന ആർക്കായി നോക്കാം. കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷനും സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷനും ഓരോ വർഷവും അവസാനിച്ചതിനു ശേഷം ഈ ആക്ടിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കിയതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതും ബന്ധപ്പെട്ട സർക്കാരിന് സമർപ്പിക്കേണ്ടതുമാണെന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 25(1). സെക്ഷൻ ഏതാ? വാർഷിക റിപ്പോർട്ടിന്റെ സെക്ഷൻ ഏതാ? 25(1) കേട്ടോ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസും വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന പറഞ്ഞത് എന്നാണ്? സുപ്രീം കോടതിന്റെ ഓഫീസും ട്ടാ, കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസും വരുന്ന പറഞ്ഞത് 2019 നവംബർ 13 കേട്ടോ. അപേക്ഷകന് സൗജന്യമായി വിവരം നൽകപ്പെടുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വിഭാഗക്കാരെ അപേക്ഷാ ഫീസ് നൽകുന്നതിൽ നിന്നും വിവരങ്ങൾ നൽകുമ്പോൾ ഈടാക്കേണ്ട ചെലവിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് BPL വിഭാഗക്കാർക്ക് ചില ഇളവുകൾ നൽകിയിട്ടുണ്ട്. അങ്ങനെയാണ് പറയുന്നത്. ആവശ്യപ്പെട്ട വിവരം സമയപരിധിക്കുള്ളിൽ നൽകുന്നതിൽ വീഴ്ച വരുത്തിയാൽ, അതായത് ഒരു അപേക്ഷ നൽകി 30 ദിവസത്തിനകം പൊതു അതോറിറ്റി വിവരങ്ങൾ നൽകുന്നത് സാധിച്ചില്ലെന്ന് വിചാരിക്കാം. ആ വിവരം പിന്നീട് നൽകേണ്ടത് എങ്ങനെയായിരിക്കണം? സൗജന്യമായി നൽകണം എന്നാണ് പറയുന്നത്. സൗജന്യമായി നൽകണം എന്നാണ് പറയുന്നത്. മൂന്നാം കക്ഷി വിവരങ്ങളുടെ കാര്യത്തിൽ എന്താ പറയുന്നത്? 40 ദിവസത്തിനകം വിവരം നൽകിയില്ലെങ്കിൽ ആ വിവരം അപേക്ഷകന് സൗജന്യമായി നൽകണമെന്നും പറയുന്നുണ്ട്. ഈ നിയമത്തിലെ പ്രധാന സമയപരിധികൾ നോക്കിയാലോ. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ തനിക്ക് ലഭിക്കുന്ന അപേക്ഷയുടെ മറുപടി നൽകേണ്ടത് എത്ര ദിവസത്തിനകമാണ്? തനിക്ക് ലഭിക്കുന്ന അപേക്ഷയുടെ മറുപടി നൽകേണ്ടത് 30 ദിവസത്തിനകം നൽകണം. അതായത് അവധി ദിവസങ്ങൾ ഉൾപ്പെടെ. ഇനി അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണെങ്കിലോ, തനിക്ക് ലഭിക്കുന്ന അപേക്ഷയുടെ മറുപടി 35 ദിവസത്തിനകം. അസിസ്റ്റന്റിന് കുറച്ച് സമയം എടുക്കുന്നു വിചാരിക്കാം. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ 30 ദിവസം, അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആകുമ്പോഴോ 35 ദിവസം. ഇനി ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിവരങ്ങളുടെ മറുപടി നൽകേണ്ടത് എത്ര? 48 മണിക്കൂറിനുള്ളിൽ നൽകണം. അതായത് ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിവരങ്ങൾ 48 മണിക്കൂറിനുള്ളിൽ നൽകണം. മൂന്നാം കക്ഷി വിവരങ്ങളുടെ കാര്യത്തിൽ അപേക്ഷയുടെ മറുപടി നൽകേണ്ടത് 40 ദിവസത്തിനകം. മൂന്നാം കക്ഷിയുടെ വിവരങ്ങളുടെ കാര്യത്തിൽ അപേക്ഷയുടെ മറുപടി നൽകേണ്ടത് 40 ദിവസത്തിനകം. അപേക്ഷകൻ ആവശ്യപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ രേഖകൾ മൂന്നാം കക്ഷിയിൽ നിന്നും സ്വീകരിക്കേണ്ടതായി വരുന്ന സാഹചര്യങ്ങളിൽ അപേക്ഷ ലഭിച്ച് എത്ര ദിവസത്തിനുള്ളിൽ കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന ഇൻഫർമേഷൻ ഓഫീസർ മൂന്നാം കക്ഷിക്ക് നോട്ടീസ് നൽകണം? 5 ദിവസത്തിനകം നൽകണം. അതായത് അപേക്ഷകൻ ആവശ്യപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ മൂന്നാം കക്ഷിയിൽ നിന്നും ലഭിക്കേണ്ടതാണെങ്കിൽ അപേക്ഷ ലഭിച്ച് കേന്ദ്രം അല്ലെങ്കിൽ സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷണർ മൂന്നാം കക്ഷിക്ക് നോട്ടീസ് നൽകേണ്ടത് 5 ദിവസത്തിനകം. ഈ നോട്ടീസിന്മേൽ മൂന്നാം കക്ഷിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെന്ന് വിചാരിക്കാം. മൂന്നാം കക്ഷിക്ക് ഈ നോട്ടീസ് നൽകിയല്ലോ, ഈ നോട്ടീസിന്മേൽ മൂന്നാം കക്ഷിക്ക് പരാതി ഉണ്ടെങ്കിൽ നോട്ടീസ് ലഭിച്ച് 10 ദിവസത്തിനകം വെളിപ്പെടുത്തലുകളെ പറ്റി പരാതി നൽകണം. മൂന്നാം കക്ഷിക്ക് ഈ നോട്ടീസിന്മേൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നോട്ടീസ് ലഭിച്ച് 10 ദിവസത്തിനകം പരാതി നൽകണം. എത്ര ദിവസത്തിനുള്ളിലാണ് അപേക്ഷയിന് ഒന്നാം അപ്പീൽ സമർപ്പിക്കേണ്ടത്? 30 ദിവസത്തിനകം
അതിനുള്ള അപ്പീലും സമർപ്പിക്കണം. ഒന്നാം അപ്പീൽ തീർപ്പാക്കേണ്ടത് 30 ദിവസം വരെയും, ഇനി കഴിവാകാത്ത സാഹചര്യങ്ങളിൽ അത് 45 ദിവസം വരെയാകാം. ഒന്നാം അപ്പീൽ നൽകേണ്ടത് 30 ദിവസം, എന്നാൽ അതിന് കഴിയാതെ വന്നു കഴിഞ്ഞാൽ 45 ദിവസത്തിനകം അപ്പീൽ തീർപ്പ് കൽപ്പിക്കണമെന്നുണ്ട്. എത്ര ദിവസത്തിനുള്ളിലാണ് അപേക്ഷകന് രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത്? രണ്ടാം അപ്പീൽ എത്ര ദിവസത്തിനുള്ളിലാണ് നൽകേണ്ടത്? രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത് 90 ദിവസത്തിനകം. രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത് 90 ദിവസത്തിനകം. മൂന്നാം കക്ഷി വിവരങ്ങളുടെ കാര്യത്തിൽ അപേക്ഷയുടെ മറുപടി നൽകേണ്ടത് 40 ദിവസത്തിനകം. മൂന്നാം കക്ഷിയുടെ കാര്യത്തിലാണെങ്കിൽ 40 ദിവസത്തിനകം മറുപടി നൽകണം. അപേക്ഷകൻ ആവശ്യപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ രേഖകൾ മൂന്നാം കക്ഷിയിൽ നിന്നും സ്വീകരിക്കേണ്ടതായി വരുന്ന സാഹചര്യത്തില് അപേക്ഷ ലഭിച്ച് കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷണർ മൂന്നാം കക്ഷിക്ക് നോട്ടീസ് നൽകേണ്ടത് എത്ര ദിവസത്തിനകമാണ്? 5 ദിവസത്തിനകം നോട്ടീസ് അയക്കണം. നോട്ടീസ് അയക്കേണ്ടത് 5 ദിവസത്തിനകം. നോട്ടീസിന്മേൽ മൂന്നാം കക്ഷിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നോട്ടീസ് ലഭിച്ച് എത്ര ദിവസത്തിനുള്ളിലാണ് വെളിപ്പെടുത്തലിനെതിരെ പരാതി നൽകേണ്ടത്? 10 ദിവസത്തിനകം വെളിപ്പെടുത്തലിനെതിരെ മൂന്നാം കക്ഷിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ സമർപ്പിക്കണം. എത്ര ദിവസത്തിനുള്ളിലാണ് അപേക്ഷകന് ഒന്നാം അപ്പീൽ സമർപ്പിക്കാൻ സാധിക്കുന്നത്? ഒന്നാം അപ്പീൽ എത്ര ദിവസത്തിനുള്ളിൽ സാധിക്കുന്നത്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വിവരം നിരസിച്ചതിനോ അല്ലെങ്കിൽ തെറ്റായ വിവരം നൽകിയതിനോ ശേഷം 30 ദിവസത്തിനകം. ഒന്നാം അപ്പീൽ തീർപ്പാക്കേണ്ടത് 30 ദിവസത്തിന് ഉള്ളില്. ഒന്നാം അപ്പീൽ 30 ദിവസത്തിനുള്ളിൽ തീർപ്പാക്കാൻ സാധിക്കാത്ത സാഹചര്യമാണെങ്കിൽ അത് 45 ദിവസത്തിനകം അപ്പീൽ തീർത്ത് കൽപ്പിക്കണം എന്നുണ്ട്. അപേക്ഷകന് രണ്ടാം അപ്പീൽ എപ്പോഴാണ് നൽകാൻ സാധിക്കുന്നത്? 90 ദിവസത്തിനകം രണ്ടാം അപ്പീൽ നൽകാൻ സാധിക്കും. 90 ദിവസത്തിനകം രണ്ടാം അപ്പീൽ നൽകാം. അപേക്ഷകൻ ആവശ്യപ്പെട്ട വിവരങ്ങൾ മറ്റൊരു പൊതു അധികാരികളുടെ കീഴിലാണെങ്കിൽ അപേക്ഷ സമർപ്പിച്ച് 5 ദിവസത്തിനകം പൊതു അധികാരിക്ക് നൽകണം. അപേക്ഷ സ്വീകരിച്ചിട്ട് 5 ദിവസത്തിനകം പൊതു അധികാരിക്ക് വിവരം കൈമാറണം. അടുത്തതായിട്ട് ഇമ്പോർട്ടന്റ് ഭാഗമാണ്, ശ്രദ്ധിക്കണം. പിഴകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് 20. കേന്ദ്ര പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ മതിയായ കാരണമില്ലാതെ അപേക്ഷ സ്വീകരിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ നിശ്ചിത സമയപരിധിക്കുള്ളിൽ വിവരം നൽകാൻ കഴിയാതിരിക്കുകയോ അല്ലെങ്കിൽ ഉത്തമ വിശ്വാസത്തോടെയല്ലാതെ വിവരം നിരസിക്കുകയോ അല്ലെങ്കിൽ തെറ്റായതും അപൂർണമായതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ വിവരങ്ങളൊക്കെ നൽകുകയാണെങ്കിലോ വിവരം നൽകുന്നതുവരെയുള്ള ഓരോ ദിവസത്തിനും 250 രൂപ നിരക്കിൽ പിഴ ചുമത്തുന്നതാണ് എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 20. എന്നാൽ അത്തരത്തിലുള്ള പിഴ സംഖ്യ 25,000 രൂപയിൽ കവിയാനും പാടില്ല. പിഴ ചുമത്തുന്നതിന് മുൻപ് ബന്ധപ്പെട്ട പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് തന്റെ ഭാഗം വ്യക്തമാക്കാനുള്ള ന്യായമായ അവസരം നൽകണം എന്ന് പറയുന്ന സെക്ഷനാണ് 20(1). 20(1) ന്യായമായ അവസരം നൽകണത്, അതായത് എന്ത് കാരണം കൊണ്ടാണ് വിവരം നൽകാൻ കഴിയാത്തത് എന്ന് പറയുന്ന സെക്ഷൻ 20(1)ലാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരെ നോക്കിയാലോ. ഫസ്റ്റ് വജാഹത്ത് ഹബീബുള്ള, സെക്കൻഡ് AN തിവാരി, 3 സത്യാനന്ദ മിശ്ര, 4 ദീപക് സന്ധു. ഫസ്റ്റ് വിമൺ ആണ് ദീപക് സന്ധു. ദീപക് സന്ധുവിന് ശേഷം സുഷമ സിംഗ്, സെക്കൻഡ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആണ്. 6 രാജീവ് മാത്തൂർ. 7 വിജയ് ശർമ്മ. 8 രാധാകൃഷ്ണ മാത്തൂർ. 9
9 സുധീർ ഭാർഗവ. 10 ബിമൽ ജുൽക്ക. 11 YK സിൻഹ അല്ലെങ്കിൽ യശ്വർദ്ധൻ കുമാർ സിൻഹ. 12 ഹീരാലാൽ സമരിയ. 13 ആളാണ് രാജ്കുമാർ ഗോയൽ. ഇപ്പോഴത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് രാജ്കുമാർ ഗോയൽ. 12 ഹീരാലാൽ സമരിയ. ഫസ്റ്റ് ദളിതാണ് ഹീരാലാൽ സമരിയ. YK സിൻഹ 11. കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ നോക്കിയാലോ. ഫസ്റ്റ് പാലാട്ട് മോഹൻദാസ്. രണ്ടാമത്തെ ആളാണ് സിബി മാത്യൂസ്. 3 വിൻസൺ എം പോൾ. 4 വിശ്വാസ് മേത്ത. 5 വി ഹരിനായർ. ഫസ്റ്റ് പാലാട്ട് മോഹൻദാസ്. 2 സിബി മാത്യൂസ്. 3 വിൻസൺ എം പോൾ. 4 വിശ്വാസ് മേത്ത. വിശ്വാസ് മേത്തയുടെ പ്രസിദ്ധമായൊരു ബുക്ക് ഉണ്ടല്ലോ, എന്താണ് അതിന്റെ പേര്? അതിജീവനം. വിശ്വാസ് മേത്തയുടെ ബുക്കാണ് അതിജീവനം. ഇപ്പോഴത്തെ കേരള ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറാണ് വി ഹരിനായർ. വിവരാവകാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ നോക്കാം. ഇത് ഏത് പട്ടികയിലാണ് വരുന്നതെന്ന് അറിയോ? സെക്കൻഡ് ഷെഡ്യൂൾ. ഇത് 2ാം പട്ടിക, സെക്ഷൻ 24. ഏതൊക്കെ സ്ഥാപനങ്ങളാണ്, കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളാണ് വിവരാവകാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത്? ഇന്റലിജൻസ് ബ്യൂറോ, ഡയറക്ടർ ഓഫ് റവന്യൂ ഇന്റലിജൻസ്, സെൻട്രൽ ഇക്കണോമിക് ഇന്റലിജൻസ് ബ്യൂറോ, ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, സ്പെഷ്യൽ ഫ്രോണ്ടിയർ ഫോഴ്സ്, സെൻട്രൽ ഇക്കണോമിക് ഇന്റലിജൻസ് ബ്യൂറോ, ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ്, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്, റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ്, ആസാം റൈഫിൾസ്, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്, നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ, ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് ഇന്ത്യ, സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. ഇങ്ങനെ ഒരുപാടുണ്ട്. സുപ്രധാന നിയമങ്ങളിലെ വിവരാവകാശ നിയമത്തിന്റെ പാർട്ട് 2 ആണ് ഈ വീഡിയോ. ഏകദേശം എല്ലാ ഭാഗത്തു നിന്നും പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. സജഷൻസിലൂടെ അറിയിക്കുകയും ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക്